പിന്നാക്ക വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസ, സാമൂഹിക, ആരോഗ്യ മേഖലകളിലെ ഉന്നമനം ലക്ഷ്യമിട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ 10 വർഷം മുൻപാണ് വിഷൻ 2016 ആരംഭിച്ചത്. പദ്ധതി മികച്ച രീതിയിൽ പുരോഗമിക്കുന്ന പശ്ചാത്തലത്തിലാണ് കാലാവധി നീട്ടാനുള്ള തീരുമാനം. പദ്ധതിയുടെ വളർച്ച തൃപ്തികരമാണെന്ന് ഹ്യൂമൻ വെൽഫെയർ ഫൗണ്ടേഷൻ സ്ഥാപകനായ പ്രൊഫസർ കെ.എ. സിദ്ദിഖ് ഹസൻ പറഞ്ഞു. മിഷൻ പരിപാടികളുടെ ഇതുവരെയുള്ള അനുഭവം വെച്ച് നോക്കിയാൽ സാമാന്യം തൃപ്തികരമാണ്. അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ആയിട്ടാണ് ഈ 2016 കാണേണ്ടത്. ഒരു കണ്ടിന്യൂസ് പ്രോസസ്സായിരിക്കും. കാരണം എഡ്യൂക്കേഷനും ഹെൽത്തും അതിൻ്റെ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുന്നത് അവസാനമായിരിക്കില്ല, അത് തുടർച്ചയായിരിക്കും. ആരോഗ്യപരമായ കാരണങ്ങളാൽ പൊതുപരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്ന സിദ്ദിഖ് ഹസൻ 3 വർഷത്തിന് ശേഷമാണ് ഡൽഹിയിലെത്തുന്നത്. इस प्रोग्राम में शिरकत करने का इम्कान है, लेकिन अल्लाह की तौफीक है इधर तक मुझे लाया और आपसे मिलने के लिए, आपसे ज़रा बात करने के लिए उन्होंने उनके कर्मो एहसान से फुर्सत दे दी. ആശയങ്ങൾ ഗുണകരമായ രീതിയിൽ പ്രാവർത്തികമാകുന്നതിലെ സന്തോഷവും അദ്ദേഹം പങ്കുവച്ചു. ഇവിടെ പല മാറ്റങ്ങളും ഉണ്ടായിട്ടുണ്ട്, ശുഭോദർക്കമായ മാറ്റങ്ങളാണ്. ഡൽഹി ഓക്ലയിൽ നടന്ന ദ സ്കോളേഴ്സ് സ്കൂൾ കെട്ടിട ഉദ്ഘാടന ചടങ്ങിൽ ജമാഅത്തെ ഇസ്ലാമി ദേശീയ അധ്യക്ഷൻ മൗലാന സയ്യിദ് ജലാലുദ്ദീൻ ഉമരി, ഉപാധ്യക്ഷൻ ടി ആരിഫ് അലി തുടങ്ങിയവരും പങ്കെടുത്തു. മീഡിയ 1, ഡൽഹി.